മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0484 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. ലൈംഗിക പീഡന പരാതിയിൽ നടൻ നിവിൻ പോളി പറഞ്ഞതെല്ലാം കള്ളമെന്ന് പരാതിക്കാരി. തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണ് എന്ന് പരാതിക്കാരി പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സംഭവമുണ്ടായത് എന്നും ദുബായിൽ വെച്ചായിരുന്നു പീഡനമെന്നും പരാതിക്കാരി പറഞ്ഞു. സുഹൃത്തായ ശ്രേയ വഴിയാണ് ഈ സംഘത്തെ പരിചയപ്പെടുന്നത് എന്നും നിർമ്മാതാവ് സുനിലിനെയാണ് ആദ്യം പരിചയപ്പെട്ടത് എന്നും യുവതി പറഞ്ഞു. സുനിൽ വഴിയാണ് നിവിൻ പോളി അടക്കമുള്ള മറ്റുള്ളവരെ പരിചയപ്പെട്ടത്. മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടി ഉണ്ടായില്ല എന്നും പരാതിക്കാരി പറയുന്നു. പരാതിക്കാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ദുബായിൽ വെച്ച് നടന്ന സംഭവമാണ്. 2023 നവംബർ ഡിസംബർ മാസത്തിലാണ് സംഭവം നടന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് യൂറോപ്പിലേക്ക് വിടാം എന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടും കാശിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. പൈസ ചോദിച്ചപ്പോൾ എനിക്ക് സിനിമയിൽ ചാൻസ് ചോദിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നു. പുള്ളിയുടെ പേര് AK സുനിൽ എന്നാണ്. പുള്ളിയുമായി ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. പുള്ളി ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ശാരീരികമായി ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി, ബഷീർ, വിനു, കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ടത്. ഇവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. ഇതുവരെ ആരും ചെയ്ത കുറ്റം ഏറ്റുപറഞ്ഞിട്ടില്ല. ഇതിൻ്റെ സത്യം തെളിയിക്കാൻ ഏതുവരെ പോകണോ അതുവരെ പോകും. സത്യം തെളിയട്ടെ. സിനിമയുമായി എനിക്ക് ബന്ധമില്ല. എൻ്റെ ഫ്രണ്ട് അവരുടെ പവർ ഗ്രൂപ്പിലുള്ള ആളാണ്. ആ ഫ്രണ്ടാണ് എനിക്ക് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നത്. അതുവഴിയാണ് ബാക്കിയുള്ളവരെ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞ് അവരെന്നെ പൂട്ടിയിട്ടു. അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് വന്നപ്പോൾ നാട്ടിലെ വീട്ടിൽ ക്യാമറ വെപ്പിക്കുകയും ഭർത്താവിൻ്റെ മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തു. പുറത്തിറങ്ങുമ്പോൾ വണ്ടിയിടിപ്പിച്ച് കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ടി വന്നു. എനിക്ക് ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ സംസാരിക്കാൻ വയ്യാതായി. ആ സമയത്ത് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് തന്ന് എന്നെ പറഞ്ഞയക്കേണ്ടി വന്നു. അത് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു. ദുബായിൽ വെച്ച് നടന്ന സംഭവത്തിൽ തെളിവില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. പിന്നീടാണ് വീണ്ടും പരാതി കൊടുത്തത്. സോഷ്യൽ മീഡിയയിൽ ചിത്രമിട്ട് അപമാനിക്കും എന്ന് പറഞ്ഞിരുന്നു. ഡാർക്ക് നൈറ്റിൽ ചിത്രങ്ങളിടും എന്ന് പറഞ്ഞു. അത് അവർ ചെയ്തു. പരാതിക്കാരി പറയുന്നു. കോട്ടയം സ്വദേശിയായ ശ്രേയ എന്ന സുഹൃത്താണ് തന്നെ ഇവർക്ക് മുന്നിലെത്തിച്ചത് എന്നും പരാതിക്കാരി വ്യക്തമാക്കി. നേരത്തെ തനിക്കെതിരായ പീഡന പരാതി നിവിൻ തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.